ഹായ് ഹലോ. നമ്മളിനി ഈസി ആയിട്ട് ഒരു അടിപൊളി സ്ട്രൈറ്റ് പാന്റ് ആണ് ട്ടോ ചെയ്യാൻ പോണത്. ഇതിലിപ്പോ ടാപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ടാപ്പ് എന്തിനാ എടുത്തെന്ന് വിചാരിക്കണ്ട. അത് ഞാനൊരു ഫ്ലോക്ക് അങ്ങനെ ഇട്ടതാണ് ട്ടോ. നമുക്ക് ടാപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മള് ഒരു പാന്റ് റെഡിയാക്കാൻ പോണത്. ഇവിടെ ഞാനിത് നമുക്ക് വേണ്ട ഒരു അളവിലുള്ള പാന്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് ആസ് യൂഷ്വൽ ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം ട്ടോ. നമ്മുടെ ഈ ഒരു പാന്റ് കണ്ടല്ലോ, ഈ ഒരു പാന്റ് അതായത് നമ്മുടെ കറക്റ്റ് അളവാണ് ട്ടോ. ഈ ഒരു പാന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ക്രോച്ച് ഭാഗം ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ ഒരു ഓപ്പണിംഗ് ഭാഗത്തേക്ക് വേണം ട്ടോ തിരിച്ചിട്ട് വെക്കാൻ. നമ്മുടെ കറക്റ്റ് അളവിലുള്ള പാന്റ് തന്നെ എടുക്കണം ട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു ക്ലോത്തിൽ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്തിനാ അപ്പൊ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതെന്ന് വിചാരിക്കണ്ട. ഇത് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ആ ഒരു ഗ്യാപ്പിന്റെ മെഷർമെന്റ് എങ്ങനെയാ കണക്കാക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ എലാസ്റ്റിക് ഇതുപോലെ വെച്ച് കൊടുക്കുക ട്ടോ. എന്നിട്ട് ഒന്ന് ഈ ഒരു സൈഡിലേക്കും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. കാരണം നമ്മൾ മടക്കി അടിക്കുകയാണല്ലോ അവിടെ വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് എലാസ്റ്റിക് വെക്കുക. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ ആണ് ട്ടോ എലാസ്റ്റിക്കിന് വേണ്ടത്. അപ്പോൾ മുകൾ ഭാഗം ഓക്കെയായി. ഇനി ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്ക് ഓക്കെ ആക്കി എടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തിൽ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കറക്റ്റിൽ തന്നെ നമ്മളൊരു ചോക്ക് എടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാൻ കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് ഈ ലെവലിലും അതുപോലെ തന്നെ വിഡ്ത്തും ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു സൈഡിൽ ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ട്ടോ. എന്നിട്ടാണ് നമ്മുടെ കറക്റ്റ് അളവ് വെച്ചിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈറ്റ് പാന്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്ത് കട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടുക. അപ്പോൾ പാന്റിന്റെ അളവ് കിട്ടാൻ ബാക്കി പോർഷനൊക്കെ ഇതുപോലെ വെച്ചാൽ തന്നെ കിട്ടും ട്ടോ. അപ്പോൾ അരഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാന്റ് ഇങ്ങനെ രണ്ടാക്കിയിട്ടാണല്ലോ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിഭാഗത്തുള്ള പീസ് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക കേട്ടോ. ആ വലിച്ചു പിടിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതൊന്ന് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഞാനൊരു ചോക്ക് എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരഭാഗവും നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ആ ഒരു പോയിന്റിൽ നിന്ന് ബാക്കി പോർഷൻസ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. അതായത് നമ്മുടെ ആ ഒരു പാൻറ്റിന്റെ കറക്റ്റ് അളവിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. ഈ ഒരു കറക്റ്റ് അളവിൽ കൂടെ അല്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ഒരു അളവ് നമ്മൾ ജസ്റ്റ് അളന്നെടുക്കുന്നുള്ളൂ. കട്ട് ചെയ്യുന്ന നേരത്ത് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ കറക്റ്റ് ആക്കിയിട്ട് തന്നെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു പാൻറ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് ഇതാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി എടുക്കേണ്ടത് നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തിയല്ല ആ ഒരു വരയിൽ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ ഒരു ലൈന്, ആ ഒരു ലൈനിൽ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാന്റിന്റെ അടിഭാഗത്ത് നോർമലി വരുന്നതിനേക്കാൾ കുറച്ചധികം ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ ഒരു ഇഞ്ചൊക്കെയാണ് മടക്കി അടിക്കാൻ എടുക്കല്. അപ്പൊ ഇത്രയും എടുക്കുമ്പോൾ പാന്റിന്റെ അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ നമ്മുടെ ക്ലോത്തിന്റെ മുകൾ വശത ഇതുപോലെ ഒന്ന് നിവർത്തി കേട്ടോ. അതായത് രണ്ട് പീസും ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ക്ലോത്ത് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിന്റെ രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ക്രോച്ച് ഏരിയ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ മുകൾ ഭാഗം തൊട്ട് ഈ ഒരു ക്രോച്ച് ഏരിയ വരെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പാൻ്റ് ആയിട്ടോ. ഇനി ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ മെയിനായിട്ട് കൊടുക്കാനുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് എലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഷേപ്പിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ അതൊന്ന് ഞാൻ നിവർത്തി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ പാൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമ്മൾ സ്ട്രൈറ്റ് പാൻ്റ് ആണല്ലോ ചെയ്യുന്നത്. ഈ ഒരു വശം ഓപ്പണിംഗ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലോസ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് പാൻറ്റിന് ആ ഒരു ഭംഗിയും പെർഫെക്ഷനൊക്കെ കിട്ടുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലാണ്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കട്ടിങ് ഓപ്ഷണലാണ്, നല്ല ഭംഗി ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട്
ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അതായത് ഇത് അടി തൊട്ട് മുകൾ വരെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അടി തൊട്ട് മുകൾ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം. ഇപ്പൊ നമ്മൾ ഒരു ഭാഗമാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റേ ഭാഗവും കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് നമ്മൾ പാന്റിന്റെ 2 ഭാഗവും കട്ട് ചെയ്തെടുത്തു, ദെൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഈ ഒരു പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ, നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ അവിടെ ഒഴിവിട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഒന്നും കൂടെ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് എലാസ്റ്റിക് വെച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കണം മുന്നായിട്ട് ഇതാ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ. അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു ചോക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഈ ഒരു എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാ ഞാനൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ 2 വശത്തും സ്ട്രൈറ്റ് ആയിട്ടൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു എലാസ്റ്റിക് കറക്റ്റാക്കി നേരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതാ ഇതുപോലെ ഒരു ചോക്ക് എടുത്തിട്ട് നമ്മൾ സ്കെയിലൊക്കെ വരയുമല്ലോ, അതുപോലെ ഇതാ ഒന്ന് കറക്റ്റാക്കി നേരെ വരച്ചു കൊടുക്കുക. ഇതാ ഇതുപോലെ കേട്ടോ. ഇതുപോലെ 2 ഭാഗത്തും വരച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ മടക്കിയിട്ട്, അതായത് ആ ഒരു ലൈനിലേക്ക് മടക്കിയിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ച് വളയാനും പൊളയാനും ഒന്നും പോകില്ല, സ്ട്രൈറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടട്ടോ, നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് ഇടുന്ന വഴിയൊക്കെ ഞാൻ മുന്നേ ഷോർട്സിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എലാസ്റ്റിക്കിൽ ഇതാ ഇതുപോലെ ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഇതായത് ഉള്ളിലേക്ക് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ വലിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റിൽ കിട്ടും കേട്ടോ. അതായത് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുമല്ലോ, ആ ഒരു പെർഫെക്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതാ ഈ ഒരു ഓപ്പണിംഗ് ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം ഒന്ന് എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടോ. ഇതാണ് കേട്ടോ അങ്ങനെ അടിച്ചതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ട്രൈറ്റ് പാൻ്റ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 200 കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ നമുക്ക് ആ 200 ലാഭിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി അടിക്കാനും കൂടെ ഉള്ളൂ. പാൻറ്റിൻ്റെ അടിവശം വീതിയിൽ മടക്കി അടിക്കുന്നതാണ് ഭംഗി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സാധാരണ പോലെ ചെയ്യാട്ടോ, അതിനൊന്നും കുഴപ്പമില്ലേ. ഇനി ഇതാ നമുക്ക് പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ സ്ട്രൈറ്റ് പാൻറ്റ്. സ്ട്രൈറ്റ് പാൻറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടാവില്ല, എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള. പക്ഷെ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.